നിങ്ങൾ അത്തരത്തിൽ പവർഫുൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവന് നന്നായി പഠിക്കാനാവട്ടെ എന്ന് സങ്കല്പിക്കുമ്പോൾ വരം കിട്ടിയ പോലെ കുട്ടികൾ നന്നായി പഠിക്കാൻ തുടങ്ങും. ഇതൊക്കെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ബെനിഫിറ്റാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഉപ്പും വെള്ളവും ചേർന്ന കാര്യം പിന്നെ പറയേണ്ട കാര്യമുള്ളത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി മെഡിറ്റേഷൻ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോയിട്ട് വരികയാണ്, സ്കൂളിൽ പോയിട്ട് വരികയാണ്. നമ്മൾ 5 ആളുമായിട്ട് കൂട്ടിമുട്ടുന്ന ഓരോ സമയത്തും നമ്മുടെ എല്ലാം ഓറ അതനുസരിച്ച് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ബസ്സിൽ യാത്ര ചെയ്തു വരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം കളിച്ചുല്ലസിച്ച് ആർത്തുല്ലസിച്ച് വരുന്നു. ഒരുപാട് പേരുടെ ഓറയായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ഓറ വീക്കാവുമ്പോൾ മറ്റുള്ളവരുടെ സങ്കല്പങ്ങൾ പ്രഭാവം ഉണ്ടാക്കുകയും അതുകൊണ്ടാണ് പഠിക്കാനിരിക്കുമ്പോൾ ക്ഷീണം വരുന്നു, തലവേദന വരുന്നു, കുട്ടിക്ക് പഠിക്കാൻ പറ്റാതാവുന്നു, ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. അതിനെ ഇല്ലാതാക്കാൻ നല്ലൊരു കാര്യമാണ് ക്ലീൻ ആയിരിക്കുന്ന, അതായത് നല്ല എഴുത്തൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു കുപ്പി വെള്ളത്തിൻ്റെ ഉള്ളിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സ്പൂണ് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അവൻ പഠിക്കണ മേശപ്പുറത്ത് വെച്ചാലും അങ്ങനെയുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മാറും. അത് എസ്പെഷ്യലി നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്ന ഹാളിലോ വീട്ടിൽ പല സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എല്ലാ റൂമുകളിലാണെങ്കിലും നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണ് കല്ലുപ്പിട്ടിട്ട് ഇളക്കിയിട്ട് വെച്ചേക്കുക. സ്വാഭാവികമായിട്ടും എന്ത് എനർജി നെഗറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിലും ഉപ്പിനെ ഇതിനെ വലിച്ചെടുക്കാനുള്ളതായിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ ഇട്ട് വെച്ചിട്ട് നോക്കിക്കോളൂ, സ്വാഭാവികമായിട്ടും അതിൽ നാരങ്ങ ഇട്ട് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ പവർഫുള്ളാണ്. എല്ലാ റൂമിലും നാരങ്ങ ഇട്ട് വെക്കാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ് വെള്ളം വെച്ചാൽ പോലും അവിടെയുള്ളതായിരിക്കുന്ന നെഗറ്റീവ് എനർജിയൊക്കെ വലിച്ചെടുക്കും. ആഴ്ചയിൽ കുഴപ്പമൊന്നും വരുന്നില്ല, അത് തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അതിനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അതിനെ ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഉപ്പ് വെള്ളത്തിന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീനെ മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേര്, ഒപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട് എങ്കിൽ അതിൻ്റെ താഴെ ഒരു ചെറിയ പേപ്പറിൻ്റെ ഉള്ളിൽ, ഇത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വെക്കരുത്, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ 1 or 2 പ്രാവശ്യം കുറച്ച് കല്ലുപ്പിടുമ്പോൾ സങ്കല്പിച്ചിട്ട് എൻ്റെ മണി ബ്ലോക്ക്സ് എല്ലാം മാറട്ടെ എന്ന് പറഞ്ഞ് സങ്കല്പിച്ചിട്ട് അതിലൊരു പേപ്പറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതിൻ്റെ താഴെ നിങ്ങൾ മണി എന്ന് എഴുതുക. എഴുതിയിട്ട് നമ്മുടെ സൈഡിലേക്ക് ഒരു 8 പ്രാവശ്യം മടക്കുക. എന്നിട്ട് ആ പേപ്പർ അതിനുള്ളിൽ ഇട്ട് വയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മണി ബ്ലോക്ക്സ് ഇല്ലാതെ ആവും. നമുക്ക് പൈസ അഥവാ കിട്ടാൻ നിൽക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒഴുകി വരും.